എന്തുപടി? അപ്പുറത്തെ അശ്വതിക്ക് പുതിയ ബുക്കും ബാഗും ഉടുപ്പും എല്ലാം മേടിച്ച്. എനിക്കോ മാമ? ഇപ്പൊ ഉള്ളതൊക്കെ കൊണ്ട് പോ മക്കളെ. പണിയൊന്നും ഇല്ലാതെ നിൽക്കില്ലയോ? കിട്ടുമ്പോ മേടിച്ച് ഇതെല്ലാം പുതിയത് മേടിച്ച് തരാം. എനിക്കെപ്പോഴാ മാമ മേടിച്ചു തരുന്നത്? അപ്പൊ പുതിയ ബുക്കും ബാഗും ഒക്കെ മേടിച്ചു തരുമോ? മേടിച്ച് തരാം മക്കളെ, പണിയൊക്കെ കിട്ടട്ടെ. മാമ, ഞാൻ എന്തായാലും നാളെപ്പോഴുള്ള ബുക്കും ബാഗും ഒക്കെ എടുത്ത് വെക്കട്ടെ. ശരി മോളെ. അമ്മാമയ്ക്ക് എന്നാ മാമ കാശ് കിട്ടുന്ന? കിട്ടും മോളെ. വാർദ്ധക്യത്തിൽ നൊന്ത് കഴിയുന്ന മുത്തശ്ശിയും മുത്തശ്ശിക്കും ആശ്വാസം പകരാൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തയ്യാറായി. പറമ്പിൽ LPS സ്കൂൾ വിദ്യാർത്ഥികളാണ്. വേദനയും കഷ്ടപ്പാടും നിറഞ്ഞവർക്ക് ഇതൂടെ അങ്ങ് വേടാ, എല്ലാം എടുത്തു വെച്ച് മക്കളെ. അമ്മാമ്മ, ഇവർ രണ്ടുപേരും പോയാൽ നമ്മൾ ഒറ്റയ്ക്കാകുമല്ലോ. അവര് പോയതിൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. മോളെ വല്ലതും കഴിക്കാം. മക്കളെ എല്ലാം എടുത്ത് വെച്ചോ? വെച്ചമ്മാമ. മക്കളെ ഇനി എന്നാ വരുന്നേ? വെക്കേഷൻ കഴിഞ്ഞ് വരാക്കത്തോളം മാമ. നേരെ ഒരുപാടായി, ഞങ്ങൾ പോട്ടെ മാമ. ശരി മക്കളെ, നമ്മളെ നോക്കിക്കോണേടാ. അമ്മ അടുത്ത ആഴ്ച എങ്ങോട്ട് വരാം. മക്കളെ ആരോടെ അടി കൂടല്ലേ മക്കളെ. ഇവിടെ കുഞ്ഞിനെ നോക്കിക്കോണേ. എന്നാലും പൊടിയുന്നുണ്ട് ആ തിളനീര്. എനിക്കിപ്പോഴും ഓർമ്മയില്ല. അവനെ സ്കൂളിലും ഹോസ്റ്റലിലും ചേർത്ത് മടങ്ങി പോകുമ്പോൾ അമ്മമ്മ ഏങ്ങി കരഞ്ഞത്. അങ്ങനെ കരയുന്നൊരമ്മമ്മ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. അത്രയ്ക്ക് പെരുകുന്ന സങ്കടങ്ങളുടെ അർത്ഥം പിന്നീടാണ് മനസ്സിലായത്. ഒന്ന് നിക്കേ. എന്തുവാ? എടാ, നമുക്ക് പോവണ്ട. എനിക്ക് അമ്മാമ്മയെ കാണണം. വേണ്ടടി, വെക്കേഷൻ കഴിഞ്ഞിട്ട് പോവാ. വേണ്ട, നമുക്ക് പോവാൻ തിരിച്ച്. വേണ്ടടി പ്ലീസ് എടാ, നമുക്ക് പോവാം. വെക്കേഷൻ കഴിഞ്ഞിട്ട് പോവാ. വേണ്ടടാ. നീ ഇങ്ങോട്ട് വന്നേ. വേണ്ടടാ, നമുക്ക് തിരിച്ചു പോവാടാ പ്ലീസ്. നീ ഇങ്ങോട്ട് വന്നേ പ്ലീസ് എടാ. എനിക്ക് ഇങ്ങോട്ട് വന്നേ. നീ എത്ര ദിവസം കഴിഞ്ഞാടാ നമുക്ക് അമ്മാമ്മ കാണാൻ പറ്റുന്നത്? നമുക്ക് തിരിച്ചു പോവാടാ. വേണ്ടടി, നമുക്ക് പോവാം. പാറുവേ, പാറു. മോള് ഇവിടെ വന്ന് നിക്കുവാന്നോ? വാ, എന്തിനാ ഇവിടെ നിക്കുന്നേ? മാമ, ഇനി അവരെന്നാ വരുന്ന? അവരടുത്ത ആഴ്ച വരും മക്കളെ. വാ. എന്നെ എന്നാ മാമ ഹോസ്റ്റലിലാക്കുന്ന? മക്കളെ അടുത്ത ആഴ്ച ആക്കാം. അടുത്ത ആഴ്ച മക്കളെ ആക്കാം. ഞാൻ പോയ മമ്മിയുടെ ഒറ്റയ്ക്കാവത്തില്ലേ? വിധവയാണ് ആ അമ്മമ്മ. 3 പേരക്കുട്ടികളെയും പോറ്റി വളർത്താൻ അമ്മമ്മ തന്നെ അധ്വാനിക്കണം. 3ാമത്തെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് കുട്ടികളുടെ അമ്മ മരണപ്പെടുന്നത്. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് അമ്മമ്മ പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണീര് തിളങ്ങുന്ന ഒരു സൂചിയായി മാറിയത് എൻ്റെ കണ്ണിൽ കൊണ്ടത്. എനിക്ക് കണ്ണീർ പൊട്ടുന്നു. ലാളിച്ചു വളർത്തിയ തൻ്റെ മകളെ അമ്മമ്മ ഒരിക്കലും വീട്ടുജോലി ചെയ്യാൻ പറ്റില്ല. പകരം അമ്മമ്മ പണിയെടുക്കാൻ പോയി. അമ്മമ്മ പണി ചെയ്തു കൊണ്ടുവരുന്ന പണം കൊണ്ടെങ്കിലും അവൻ്റെ
മുഖം തെളിയട്ടെ എന്നും കലഹമില്ലാതെ ആകട്ടെ എന്നും അമ്മമ്മ ആഗ്രഹിച്ചു കാണണം. പക്ഷെ അവനൊരു മാറ്റവും വന്നില്ല. അമ്മ വിളക്ക് ഒതുക്കെടുത്തി പറക്കമുറ്റാത്ത 3 മക്കളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാതു കൊടുക്കാതെ അവൻ എങ്ങോട്ടോ ഓടിപ്പോയി. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ 8 വർഷമായി. കരയാത്ത ഒറ്റ ദിവസം പോലും പിന്നെ അമ്മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പേരക്കുട്ടികൾക്ക് വിളമ്പിക്കൊടുക്കുന്ന കഞ്ഞിയിൽ ആ കണ്ണുനീര് എത്ര വീണലിഞ്ഞിട്ടുണ്ടെന്ന് അമ്മമ്മയ്ക്കറിയില്ല. അമ്മാമ, അമ്മാമ. ആ മോളോ? അവനെന്തേ മോളെ? അവനവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയേക്കോ. ഈ വെക്കേഷൻ അവൻ അവിടെ നിക്കുവന്ന്. നിനക്കറിയാവുന്ന കൂട്ടുകാരനാണോ മോളെ? അവനൊരു പാവാ അമ്മാമ. എന്നാ വാ, മക്കൾ വല്ലതും കഴിക്കാം. നീ നിനക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? കൊഴപ്പില്ല. അടുത്ത ആഴ്ച അവളെയും ഹോസ്റ്റലിൽ കൊണ്ടാക്കണം. എന്നാ മക്കളെ കഴിക്ക്. ഇത്തിരി കൂടെ ഇടട്ടെ മക്കളെ. എനിക്കിത്ര മതി അമ്മാമ. ഓ, ഇപ്പഴാ അമ്മാമ നല്ല ആഹാരം കഴിക്കുന്നത്. കഴിക്ക് മക്കളെ, കഴിക്ക്. എന്റെ കുഞ്ഞ് അവൻ വല്ലതും കഴിച്ചു കാണുമോ എന്തോ. അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലല്ലേ അമ്മാമ പോയത്. അവന് വയറ് നിറയെ ആഹാരം കിട്ടി കാണും. അമ്മാമ, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാതെ ഇവിടെ നിന്നോട്ടെ. വേണ്ട മക്കളെ, കുറച്ച് കഷ്ടപ്പെട്ടാലും നിങ്ങൾ അവിടെ തന്നെ നില്ല്. മക്കള് പഠിച്ച് വലിയ ആളാകണം. അവളിവിടെ നിന്നോട്ടെ അമ്മാമ. അമ്മാമ, ഹോസ്റ്റൽ ഭക്ഷണം കൊള്ളത്തില്ല അമ്മാമ. അമ്മാമ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയില്ലേ? ആ രാത്രി ആഹാരത്തിനകത്ത് ഒരു വലിയ പുഴു. എനിക്കത് വേണ്ടെന്ന് പറഞ്ഞിട്ടും മേട്ടൻ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നോട്ടെ അമ്മാമ. മക്കളെ, അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയണ്ടല്ലോ. അമ്മാമ്മയുണ്ട്. അമ്മാമ്മ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല. എല്ലാം അടുത്ത് വെച്ചോ മക്കളെ? ആ, വെച്ചമ്മാമ. എന്നാ വാ. അമ്മാമ, ഞാൻ പോന്നില്ല അമ്മാമ. ഓ മക്കളെ, അമ്മാമ. മക്കള് വാ. പാടി പഠിക്കാൻ വേണ്ടിട്ടല്ലേ. അവിടെ ഹോസ്റ്റലിൽ എല്ലാ സൗകര്യവും ഉണ്ട്. വാ. അമ്മമ്മയോട് ഒറ്റയ്ക്കായി പോകുന്നു പേടിച്ചിട്ടാ. അമ്മമ്മ ചെരുപ്പ് ധരിക്കാറില്ല. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ എത്രയോ തവണ വീണ്ടുപൊട്ടിയിട്ടുണ്ട്. എൻ്റെ വേവലാതി പക്ഷെ അതൊന്നുമല്ല. കുട്ടികൾ വളരുകയാണ്. വർണ്ണത്തിളപ്പിൻ്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. വെയിലിലൂടെ നടന്നു നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് വെറുപ്പോടെ അവർ നോക്കും. അന്നേരം അമ്മമ്മയുടെ കണ്ണീര് കണ്ണുകളിൽ നിന്നും പിൻവാങ്ങുമായിരിക്കും. പാദങ്ങളിലെ വിള്ളലുകളിലൂടെ ചോരയായി വയ്യ.